സാറിൻ്റെ അലൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നത് ഞങ്ങളിവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര സ്യൂട്ടബിളായിട്ടുള്ളൊരു സമയത്തായിരുന്നു എനിക്ക് ആ വീഡിയോ വന്നത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഞാൻ സാറിനെ മെസ്സേജ് അയച്ചു. അന്നൊരു രാത്രിയാണ് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ സാർ അടുത്ത ദിവസം എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബിഗായി, സർക്കിൾ കുറച്ചുകൂടെ ബിഗായി, കൂടെ ഉണ്ടായിരുന്നവർ ബിഗായി, പല പല സബ്ജക്റ്റിൽ നിന്ന് നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേർ വന്നു, പെർഫോമിംഗ് ആർട്സിൽ നിന്ന് വന്നു, എൻവയോൺമെൻറ്റൽ ഇതിൽ സയൻസിൽ നിന്ന് വന്നു, പിന്നെ കൊമേഴ്സിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല വൈവിധ്യങ്ങളായ സബ്ജക്റ്റിൽ നിന്നുള്ള നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ വന്നു. കൺസിസ്റ്റൻ്റായിട്ട് എഫർട്ട് ഇടാൻ തുടങ്ങി. സാർ എപ്പോഴും പറയുന്ന, സാറിൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സാർ കൺസിസ്റ്റൻസി എന്ന്. ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാത്തൊരു വീഡിയോ അലൻ സാറിൻ്റെ ഐപ്ലസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. ഡെയിലി സാറ് രാവിലെ ക്ലാസ്സിലേക്ക് ഓഫീസിലേക്ക് വരുമ്പോൾ 9:30 ആകുമ്പോൾ ഞാൻ ചാടി ചെല്ലുമായിരുന്നു ഓരോ പ്രോബ്ലമായിട്ട്. എനിക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് ആയിരുന്നു സാറിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഹെൽപ്പ് വേണ്ടിയിരുന്നത്. രാവിലെ ഞാനൊരു 2-3 ക്വസ്റ്റ്യനായിട്ട് ചെല്ലും സാറിൻ്റെ അടുത്ത്. അപ്പോൾ സാറത് പെട്ടെന്ന് പറഞ്ഞു തരും. എനിക്ക് ചിലപ്പോൾ ഗ്രാസ്പ് ആവില്ല, എന്നാലും ഞാൻ സാറ് പറഞ്ഞു തന്നതൊക്കെ വെച്ചിട്ട് ഞാനൊരു ശ്രമം നടത്തും. എന്നിട്ട് അടുത്ത ദിവസം അതേ കോൺസെപ്റ്റുള്ള വേറൊരു ചോദ്യമായിട്ട് ചെല്ലും. അപ്പോഴും സാർ അതേ രീതിയിൽ തന്നെ പറഞ്ഞു തരും. അല്ലാതെ ഇത് നിനക്ക് ഇന്നലെ പറഞ്ഞു തന്നല്ലേടാ എന്നോട് തന്നെ വരട്ടൊന്നുമില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജയകൃഷ്ണനാണ്. ഈ കഴിഞ്ഞ ജൂൺ 2024 റീ എക്സാമിൽ ലോയിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് അദ്ദേഹം. ജയകൃഷ്ണനോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും ഐപ്ലസിനോടൊപ്പമുള്ള ജേണിയും എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. നെറ്റിൻ്റെ ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ LLM പഠിക്കുമ്പോഴാണ് എനിക്ക് അതിനോടൊരു ആഗ്രഹം തോന്നുന്നത്. എന്താണ് ആഗ്രഹം തോന്നാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ക്ലാസ്മേറ്റ്സൊക്കെ കൂടുതലും, ഞാൻ ലോ ആയിരുന്നു, അപ്പോൾ LLM ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ക്ലാസ്മേറ്റ്സൊക്കെ കൂടുതലും ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കതിനോടൊരു താല്പര്യക്കുറവായിരുന്നു. താല്പര്യക്കുറവെന്ന് മീൻസ് എനിക്ക് ആപ്റ്റായൊരു ജോലിയല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നെറ്റിനോടായിരുന്നു കൂടുതൽ പ്രിയം. അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. ഞാനോർത്ത് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുന്ന എക്സാം ആയിരിക്കും, ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയാൽ തന്നെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി, കിട്ടിയില്ല. വളരെ ലോ മാർക്കായിരുന്നു എനിക്ക്. സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ഇമ്പ്രൂവ് ആയി സ്കോർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തേർഡ് അറ്റംപ്റ്റിൽ എന്തായാലും കിട്ടും, ഇമ്പ്രൂവ് ആവണുണ്ടല്ലോ. തേർഡ് അറ്റംപ്റ്റിലും കട്ട് ഓഫിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഒരു അടുത്തെത്തി വീണു. 4ാമത്തെ അറ്റംപ്റ്റ് എഴുതി. 4ാമത്തെ അറ്റംപ്റ്റും ഒരല്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി വീണു. എന്നിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു. 2 ഇയർ കോഴ്സായിരുന്നു LLM PG. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒരു 6 മാസത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീട്ടിലിങ്ങനെ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴും എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ റോങ് ആയിരുന്നു. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, പഠന രീതി, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊരു റോങ് ആണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു 2 മാസം അതിനുവേണ്ടി മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പം നന്നായിട്ട് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി. പഠനത്തിൻ്റെ ആ ഒരു ട്രാക്കിൽ തന്നെ ഞാൻ വ്യതിചലിച്ചു. അപ്പോഴാണ് അലൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നത്, ഞങ്ങളിവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഭയങ്കര സ്യൂട്ടബിളായിട്ടുള്ളൊരു സമയത്തായിരുന്നു എനിക്ക് ആ വീഡിയോ വന്നത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഞാൻ സാറിനെ മെസ്സേജ് അയച്ചു. അന്നൊരു രാത്രിയാണ് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ സാർ അടുത്ത ദിവസം എന്നെ വിളിക്കുകയാണ് ചെയ്തത്. സാറ് പറഞ്ഞു ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് സാർ. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു എവിടെയാണ് വീട്? ഞാൻ പറഞ്ഞു ചേർത്തലയാണ്. ഇത്രയും ദൂരെയാണ്. അത് ഞാൻ കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞ്. സാറ് ഏകദേശം സെപ്റ്റംബർ ആയെന്ന് തോന്നുന്നു, ഓണം കഴിഞ്ഞിട്ടുള്ളൊരു സമയത്തായിരുന്നു. ക്ലാസ്സിൽ ഞാൻ വരികയും ക്ലാസ്സിൽ വരുന്നത്. കുറച്ച് ചലഞ്ചസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ ഡിഫെൻഡ് ചെയ്തു. കാരണം എൻ്റെ ആഗ്രഹമാണല്ലോ, എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇത് ക്രാക്ക് ചെയ്യണം, എങ്ങനെ എന്ത് വില കൊടുത്തും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വന്നു. ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് നിന്നു. സാറിൻ്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പോവും. അന്ന് ക്ലാസ് അല്ല, അന്നൊരു സ്പേസ് മാത്രമാണ്. ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സ്പേസാണ്. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഉണ്ടായിരുന്നു, +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട്. പിന്നെ വേറെ 2 നെറ്റിന് പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്നും എൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, സാറിൻ്റെ ഗൈഡൻസ് എപ്പോഴും റൈറ്റ് സൈഡിൽ എപ്പോഴും സാറിൻ്റെ ഓഫീസിലുണ്ട്. അന്നത്തെ എൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ, സാറ് പറയുന്ന പോലെ ഇൻ്റർമിറ്റൻറ്റ് സ്റ്റഡിങ് ആയിരുന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനം എനിക്കില്ലായിരുന്നു. തുടർച്ചയായിട്ടുള്ള പഠനമല്ല, പഠിക്കാൻ സമയം കിട്ടുമ്പോൾ പഠിക്കാൻ, മൂടുള്ളപ്പം പഠിക്കും. ഇതായിരുന്നു എൻ്റെ അപ്പോഴത്തെ പോരായ്മയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഡിസംബറിൽ, അതായത് 2023 ഡിസംബറിൽ അറ്റംപ്റ്റ് കൊടുത്തു. ഞാൻ ഒരുവിധം ഏറ്റവും നന്നായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രീവിയസ് അറ്റംപ്റ്റിനെ അപേക്ഷിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതി. അപ്പം 5 ക്വസ്റ്റ്യനാണ് ഞാൻ ആ എക്സാമിന് താഴെ വീണത്. ഒരു 5 ക്വസ്റ്റ്യനും കൂടെ ശരിയായിരുന്നെങ്കിൽ
എനിക്ക് അന്നത്തെ നെറ്റ് കിട്ടിയേനും. അപ്പം അങ്ങനെ ഞാൻ ഡിസംബറിലെ എക്സാം എഴുതി. അത് കഴിഞ്ഞ് ഞാൻ പറയാണ് സാറിനോട്, സാർ ഞാൻ എന്നാൽ വീട്ടിലേക്ക് പോട്ടെ, ഇനി ഞാൻ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തോളാം എന്ന് സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ടടാ, പേപ്പർ 1 ഞാൻ ലൈവ് ക്ലാസ് എടുക്കുന്നുണ്ട്, നീ പോകരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധമായിട്ട് ഇവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ പറയണേ സാറേ? അങ്ങനെ ഞാൻ സാറിൻ്റെ ക്ലാസ് എന്തായാലും ഒരു 6 മാസം കൂടെ അല്ലേ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും, അതിനുള്ള ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നത് ഞാനതിൽ വരുന്നു. അപ്പം ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബിഗായി, സർക്കിൾ കുറച്ചുകൂടെ ബിഗായി, കൂടെ ഉണ്ടായിരുന്നവർ ബിഗായി. പല പല സബ്ജക്റ്റിൽ നിന്ന് നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേർ വന്നു. പെർഫോമിംഗ് ആർട്സിൽ നിന്ന് വന്നു, എൻവയോൺമെൻറ്റൽ ഇതിൽ സയൻസിൽ നിന്ന് വന്നു, പിന്നെ കൊമേഴ്സിൻ്റെ ഉണ്ട്. അങ്ങനെ പല പല വൈവിധ്യങ്ങളായ സബ്ജക്റ്റിൽ നിന്നുള്ള നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ വന്നു. അപ്പോൾ അവരുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ടൊരു സിങ്ക് ആകാൻ പറ്റി. പിന്നെ ഒരു വിരസത എന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു. കാരണം എല്ലാവരുമായിട്ടാണ് പഠിക്കുന്നത്. എല്ലാ ദിവസവും ക്ലാസ് ഇല്ല, പേപ്പർ 1 മാത്രമേ ഞാൻ ജോയിൻ ചെയ്തുള്ളൂ. തിങ്കൾ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായിരുന്നു ക്ലാസ്. സാറിൻ്റെ ക്ലാസ്സാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഒരു 10:30 മുതൽ, രാവിലെ 10:30 മുതൽ ഒരു വൈകുന്നേരം ഒരു 3:30 വരെ. അപ്പോഴത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ക്ലാസ്. കാരണം അതിനകത്ത് ഫുൾ തമാശയൊക്കെ പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു വിരസത അല്ലെ ഒരു ബോറടി ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം ഭയങ്കര ചിരിച്ച് രസിച്ചാണ് ആ ക്ലാസ് ഇരുന്നത്. സാറും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങളിൽ ഒന്നാണിത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ക്ലാസ്സിൻ്റെ സമയത്ത്. സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഒരു അധ്യാപകൻ എന്നുള്ള ഇതാണ്. പരീക്ഷ അപ്പോൾ ജൂണിലെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാർച്ച് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി. ജൂണിൽ എക്സാം, മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്തായപ്പോഴത്തേക്കും ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി. അപ്പോഴത്തേക്കും ഞാനൊന്ന് ഭയന്നു. കാരണം എൻ്റെ പ്രിപ്പറേഷൻ എത്തിയിട്ടുണ്ടോ, എനിക്ക് ഫുള്ളി എൻ്റെ എല്ലാം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ അടുത്തേക്ക് വരുന്നു. എക്സാം മൊത്തത്തിൽ മാറി, OMR ബേസ്ഡ് എക്സാം ആക്കി. അപ്പോൾ സാർ അതിന് വേണ്ടിയിട്ടുള്ള OMR ഷീറ്റൊക്കെ തന്ന് ഞങ്ങളെ എക്സാം എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട്. OMR ഷീറ്റിൽ 50 ചോദ്യം, എല്ലാ ഓരോ ദിവസവും ഒരു ടെസ്റ്റ് വെച്ചിട്ട്, അങ്ങനെ ഒരു 10-15 ദിവസം ഞങ്ങൾ ചെയ്തു. ഒരു 10-15 മോക്ക് ടെസ്റ്റോളം ഞങ്ങൾ ചെയ്തു, ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ കുറേ എൻ്റെയൊക്കെ ഏറ്റവും ലോ മാർക്കായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ആ സമയത്ത് ഉണ്ടായില്ല. അപ്പോൾ ഞാനൊന്ന് ഭയന്നു, എനിക്ക് എക്സാമിനും ഇത് തന്നെ ഉണ്ടാവുള്ളൂ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എക്സാം ഒരുവിധം അറ്റൻഡ് ചെയ്യാൻ പറ്റി. എക്സാം അത് OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് ശീലമുള്ള കാരണം എനിക്കൊരുവിധം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. അന്ന് ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ് അന്ന് രാത്രി തന്നെ വരുന്നത് എക്സാം ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എനിക്ക് അധികം ഷോക്കൊന്നും ആയില്ല, എനിക്കെന്തോ വലിയ ഷോക്കൊന്നും ആയില്ല ആ സമയത്ത്. കാരണം സാറ് ഉണ്ടവിടെ, എനിക്ക് വേണം അങ്ങോട്ട് പോവാം. 2 മാസത്തിനുള്ളിൽ എന്തായാലും റീ എക്സാം വരും. അതെനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ ഇനി എൻ്റെ എഫർട്ട് ഇടും, അടുത്ത ദിവസം മുതൽ തന്നെ ഞാൻ എഫർട്ട് ഇടും. പിന്നെയും എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയാണ് കിട്ടിയത് ഈ ഒരു എക്സാം എടുത്തു കഴിഞ്ഞപ്പോൾ. ഫുൾ ലെങ്ത് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. എനിക്ക് ഇനിയും ഒരു 2 മാസം കഴിഞ്ഞ് എക്സാം വന്നാൽ ഇതിനേക്കാളും എന്തൊക്കെ വന്നാലും ബെറ്റർ ആയിട്ട് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ആ 2 മാസം ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് വേണം പറയാനായിട്ട്. കാരണം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു. ഞാൻ ഇത്രയും നാളത്തെ പ്രിപ്പറേഷനേക്കാൾ നല്ല രീതിയിലാണത് യൂട്ടിലൈസ് ചെയ്തത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എങ്ങനെ ചെയ്യണമെന്നറിയാം. എക്സാമിന് ഉടനെ ഉണ്ടാവും. അപ്പം നന്നായിട്ടൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഫുൾ ഗിയറിലാണ് ഞാൻ ലാസ്റ്റ് 2 മാസം ഓടിയത്. റീ എക്സാമിൻ്റെ സമയത്ത് ഓഗസ്റ്റ് 30-ലായിരുന്നു എൻ്റെ എക്സാം, ലോ എക്സാം. അന്ന് വരെ ഞാൻ എൻ്റെ അത്യാവശ്യം നല്ല എഫർട്ട് എടുത്ത് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ലാപ്പ് ഞാൻ കവർ ചെയ്തത്. അതിലെനിക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് നെറ്റ് കിട്ടിയത്. പിന്നെ എൻ്റെ എയിം എന്ന് പറയുന്നത് JRF ആയിരുന്നു. JRF കിട്ടി PhD ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് അറിവ് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. സാർ എന്നോട് ഇവിടെ വന്നപ്പോഴേ പറഞ്ഞത് നെറ്റ് ആയിരിക്കരുത് നിൻ്റെ എയിം, JRF ആയിരിക്കണം നിൻ്റെ എയിം എന്നാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, കുറച്ച് അധികം ലക്ഷ്യങ്ങൾ കണ്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ആകാശത്തോളം ആഗ്രഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും എന്നല്ലേ. എൻ്റെ ഒരു 6 മാസം നീണ്ട പ്രിപ്പറേഷനായിരുന്നു. 6 മാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 6 മാസം എൻജോയ് ചെയ്യായിരുന്നില്ല, ഞാൻ പഠിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ നമുക്ക് തോന്നും. ഒരു ദിവസം ഒരു യുഗം പോലെയൊക്കെ ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. ഒരു 6 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് തന്നെയാണ്. ഞാൻ പല സമയത്തും ഡീമോട്ടിവേറ്റഡ് ആയി പോവും, പല സമയത്തും താന്നു, ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പല തോന്നലുകളും എൻ്റെ മനസ്സിൽ വരും. പല തോന്നലെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ കൂമ്പാരം തന്നെ വരും. അപ്പം അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ പ്രിപ്പറേഷനിൽ പഠിച്ചു. അതെങ്ങനെ ഞാൻ തരണം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ചിലപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് സാർ ഇന്നും രാവിലെ ഒരു മോട്ടിവേഷൻ, അലൻ സാർ എന്നൊരു രാവിലെ ഒരു മോട്ടിവേഷൻ ഓഡിയോ ആയിരിക്കും. അപ്പം 1.5 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ആയിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ അന്നത്തെ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായിട്ടായിരിക്കും ചിലപ്പോൾ അന്നത്തെ സാറിൻ്റെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുക. ചിലപ്പോൾ അതിലും നിൽക്കാത്ത ദിവസങ്ങളുണ്ടാവും. ആ വോയിസിലും എനിക്ക് എൻ്റെ മോട്ടിവേഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ മറ്റു പല മാർഗ്ഗങ്ങളും നോക്കാറുണ്ട്. എൻ്റെ ചില റോൾ മോഡൽസ്, എൻ്റെ ചില ഐഡിയൽ മോഡൽസ് ഉണ്ട്, അവരുടെ വീഡിയോസ് പോയി കാണും. ഫോർ എക്സാമ്പിൾ മൈക്കിൾ ഫെൽപ്സ്, അല്ലെങ്കിൽ നമ്മുടെ മാർഷ്യൽ ആർട്സ് ലെജൻഡ് ബ്രൂസ് ലീ, അദ്ദേഹത്തിൻ്റെയൊക്കെ ചില ഡെയിലി റൊട്ടീൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ മോട്ടിവേഷൻ ബൂസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അത് മോട്ടിവേഷൻ വളരെ, കാരണം കൺസിസ്റ്റൻസി വേണമെങ്കിൽ മോട്ടിവേഷൻ എന്തായാലും ഒന്ന് കൂടിയേ തീരൂ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കൺസിസ്റ്റൻസി ഇല്ലാതെ ഈ പരീക്ഷ പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ പാട്ടും പാടി ഈ പരീക്ഷ എഴുതിയെടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് എഫർട്ട് ഇടാൻ തുടങ്ങി. സാർ എപ്പോഴും പറയുന്നത്, സാറിൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സാർ, കൺസിസ്റ്റൻസി എന്ന്. ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാത്തൊരു വീഡിയോ അലൻ സാറിൻ്റെ ഐപ്ലസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല കുട്ടികളോട്ട്, എൻ്റെ സ്റ്റഡി സർക്കിളിലെ പല കുട്ടികളോട്ട് ഇടപഴകിയപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലെ പല കുട്ടികളോട്ട് ഇടപഴകിയപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം, അവർക്കൊക്കെ സംശയം ചോദിക്കാൻ ഭയങ്കര നാണവും ഭയങ്കര പേടിയൊക്കെയാണ്. അത് ഭയങ്കര ഒരു പ്രശ്നമായ കാര്യമാണ്. കാരണം എനിക്കങ്ങനെ ഒരു പേടിയോ നാണോ ഉണ്ടായില്ല. ചിലപ്പം അലൻ സാറുമായിട്ട് അത്ര ഒരു സിങ്ക് ആയതുകൊണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ ഡെയിലി സാറ് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ 9:30 ആകുമ്പോൾ ഞാൻ ചാടി ചെല്ലുമായിരുന്നു ഓരോ പ്രോബ്ലമായിട്ട്. എനിക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് ആയിരുന്നു സാറിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഹെൽപ്പ് വേണ്ടിയിരുന്നത്. രാവിലെ ഞാനൊരു 2-3 ക്വസ്റ്റ്യനുമായിട്ട് ചെല്ലും സാറിൻ്റെ അടുത്ത്. അപ്പോൾ സാറത് പെട്ടെന്ന് പറഞ്ഞു തരും. എനിക്ക് ചിലപ്പോൾ ഗ്രാസ്പ് ആവില്ല, എന്നാലും ഞാൻ സാറ് പറഞ്ഞു തന്നതും ഒക്കെ വെച്ചിട്ട് ഞാനൊരു ശ്രമം നടത്തും. എന്നിട്ട് അടുത്ത ദിവസം അതേ കോൺസെപ്റ്റുള്ള വേറൊരു ചോദ്യമായിട്ട് ചെല്ലും. അപ്പോഴും സാർ അതേ രീതിയിൽ തന്നെ പറഞ്ഞു തരും. അല്ലാതെ ഇത് നിനക്ക് ഇന്നലെ പറഞ്ഞു തന്നല്ലേടാ എന്നോട് തന്നെ വരട്ടൊന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഷൈനസ് ഇൻ ആസ്കിങ് ഡൗട്ട്സ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സാറിനോട് ചോദിച്ചില്ലെങ്കിൽ ഐപ്ലസിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കാം. അവർ വഴി സാറ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പം എപ്പോഴും ഡൗട്ട് ചോദിക്കുക. പഠിക്കുന്നവർക്കേ ഡൗട്ട് ഉണ്ടാവുള്ളൂ, പഠിക്കാത്തവർക്ക് ഒരിക്കലും ഡൗട്ട് ഉണ്ടാവില്ല. പിന്നെ ഞാൻ സാറിനെ അവൈലബിൾ ആവാത്ത സമയത്ത് ഞാൻ എൻ്റെ അനിയനോടാണ് ചോദിച്ചിരുന്നത്. അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവനായിരുന്നു എനിക്ക് ഡൗട്ടൊക്കെ, മാത്തമാറ്റിക്സിൻ്റെ ചില പ്രോബ്ലംസൊക്കെ ക്ലിയർ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. എനിക്ക് വേണേൽ ആലോചിക്കാം, അവൻ എന്നെക്കാളും 10 വയസ്സ് താഴെയുള്ളവനാണ്. എനിക്ക് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത് എങ്ങനെയാവും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. കാരണം എൻ്റെ ആവശ്യമാണ് ഇത് പഠിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ എഫർട്ട് ഞാൻ ആലോചിക്കുമ്പം അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു. പക്ഷേ എന്നാലും ഞാനത് പുഷ് ചെയ്ത് ഞാൻ ആ ഫൈനൽ ഡേറ്റ് August 30 വരെ എത്തി. എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പരീക്ഷയ്ക്ക് പഠിച്ചതും കോളേജിൽ പഠിച്ച പോലെയും പഠിക്കരുത് എന്നുള്ള കാര്യമാണ്. കാരണം എപ്പോഴും സിലബസിന് അനുസൃതമായി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അനുസൃതമായി വേണം പഠനം കൊണ്ടുപോകാൻ. സിലബസിനേക്കാൾ ഒരുപടി മുകളിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പഠനം എപ്പോഴും അതിനനുസൃതമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓഫ് ട്രാക്കായി പോവുകയും പഠിക്കേണ്ട രീതിയിലല്ല, പഠിക്കാത്ത രീതിയിൽ നമുക്ക് പോവുകയും ചെയ്യും. ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ എത്തണം. അപ്പോഴേ നമുക്ക് ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. കാരണം 2 ആഴ്ച മുന്നേ നമ്മൾ എന്ത് പഠിക്കുമെന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നോട്ടോ എടുത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്കത് തീർക്കാൻ പറ്റില്ല. പക്ഷേ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് പെട്ടെന്ന് നമുക്ക് വായിച്ച് പോകാൻ പറ്റും. ഈ 6 മാസം ഒരു ലോങ് ജേർണി, അല്ലെങ്കിൽ 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ലോങ് തന്നെയാണ്. അപ്പം ആ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കാതെ ഒരിക്കലും നമുക്ക് ഫിനിഷ് ലൈനിൽ എത്താൻ പറ്റില്ല. ഫിനിഷ് ലൈനിൽ എത്തണവരെ നമുക്ക് പഠിക്കാൻ പറ്റണം. അതായത് പരീക്ഷയുടെ തലേദിവസം വരെ നമുക്ക് ഉത്സാഹത്തോടുകൂടി പഠിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. എന്നെ റിവിഷൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷന് ഞാൻ കൃത്യമായ സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ റിവൈസ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് കുറേ സെക്ഷൻസ് ഉണ്ട്. ചില ആക്റ്റിലെ ഒരു 10-30 സെക്ഷൻസ്, അങ്ങനെ ഒരു 5-8 ആക്ട് ഉണ്ട്. അതിനകത്ത് 10-30 സെക്ഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല, ഡെയിലി കാണുമായിരുന്നു. ആ സെക്ഷൻസ് ഞാൻ തന്നെ എഴുതി വെച്ചത് ഞാൻ ഡെയിലി ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ കണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞ് ആണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഷോർട്ട് നോട്ട്സിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ടൈം ടേബിളിൻ്റെ ഒരു ആവശ്യകതയാണ്. സാർ എപ്പോഴും പറയുമായിരുന്നു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അലൻ സാറ് പറയുമായിരുന്നു ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇന്നത്തെ ടാസ്ക് നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം രാത്രി കിടക്കുന്നതിന് മുമ്പ്. ആ ടിക്ക് ചെയ്ത് പോയിട്ട്
അങ്ങനെ കുറേ ടിക്ക് കാണുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ടാവുകയും നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു ഫ്ലോയിൽ നിലനിർത്താൻ പറ്റുകയും ചെയ്യുമെന്ന് എപ്പോഴും സാർ എന്നോട് പറയുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് തോന്നി, പിന്നെ ഇപ്പോൾ ടിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ് നമുക്ക്, അങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല, അതൊന്നും വേണ്ട. ഞാൻ പിന്നെ പ്രിപ്പറേഷൻ്റെ അവസാനം എത്തിയപ്പോഴത്തേക്കും ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡേ 1 പേപ്പർ 1ൻ്റെ ഈ ടോപ്പിക്ക്, പേപ്പർ 2ൻ്റെ ഈ ടോപ്പിക്ക്, അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ടൈം ടേബിളാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 7 എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഓരോ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ടിക്ക് ഇടും. ഓരോ ഡേ 1 ആ സമയത്ത് ഡേ 1ൽ ഇന്നത് പഠിച്ചു, പേപ്പർ 2ൻ്റെ ഇന്നത് പഠിച്ചു എന്ന് ടിക്ക് ഇടും, ഇട്ട് കിടക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ടിക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റാണ് ഉണ്ടാകുന്നത്. അത് പ്രയോഗിച്ച് നോക്കിയ ഒരാൾക്കേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒന്ന് പ്രയോഗിച്ച് നോക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുള്ളൂ. ഇത്തവണ പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും എൻ്റെ സ്കോറ് 200 ആയിരുന്നു, 300 ഔട്ട് ഓഫ് 300. അപ്പം JRFൻ്റെ കട്ട് ഓഫ് മാർക്ക് 216 ആയിരുന്നു ലോയിൽ. അപ്പോൾ എനിക്കൊരു 8 ക്വസ്റ്റിനും കൂടെ ശരിയായിരുന്നെങ്കിൽ എനിക്കൊരു 216 എത്താൻ പറ്റുമായിരുന്നു JRF കിട്ടിയതിനും എന്നെനിക്ക് തോന്നി. അപ്പം ഓരോ അറ്റംപ്റ്റ് എഴുതുമ്പോഴും എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ആകുന്നത് ഞാൻ കാണാറുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 108 ആയിരുന്നു, സെക്കൻഡ് അറ്റംപ്റ്റിൽ 138 ആയി, പിന്നീട് അത് 158 ആയി, പിന്നീട് കുറച്ചുകൂടെ കുറഞ്ഞു 156 ആയി. അങ്ങനെ 5th അറ്റംപ്റ്റിൽ എനിക്ക് 166 6th അറ്റംപ്റ്റിൽ, അതായത് റീസെൻ്റ് അറ്റംപ്റ്റിൽ എനിക്ക് 200 എത്തി. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവിങ് ആണ് ഞാൻ എപ്പോഴും. അപ്പം JRFലേക്ക് എനിക്ക് ഇനിയും എത്തണം, JRF എനിക്ക് നേടണം എന്നൊരു ആഗ്രഹം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് PhD ചെയ്യാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. സാറ് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എൻ്റെ വീടിനടുത്താണ്, ചേർത്തലയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്നൊരു ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റും, എറണാകുളത്ത് എത്താൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പോയി വരാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും അതിനുവേണ്ടി ശ്രമിക്കും. അവിടെ വരാൻ ഞാനുണ്ടാവും ആ ക്ലാസ്സിൽ സാറിൻ്റെ കൂടെ. എറണാകുളത്ത് പാലാരിവട്ടത്താണെന്നാണ് സാറ് പറഞ്ഞത്. പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും കിട്ടും. ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റായ രീതിയിൽ ഒരിക്കലും പ്രിപ്പറേഷൻ കൊണ്ടുപോകരുത്. ശരിയായ പാത്തിലായിരിക്കണം പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഓൾ ദ ബെസ്റ്റ്.